ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത സ്കിൻ കെയർ റുട്ടീനും അതുപോലെ തന്നെ ഒരു ഫേഷ്യലും കാണിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ സ്കിൻ കെയർ റുട്ടീൻ കൊണ്ടുണ്ടായ ഡിഫറൻസും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. കറുപ്പിനോ വെളുപ്പിനോ ആരൊന്നും ഇവിടെ വിമർശിക്കുന്നോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നോ ഇല്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു, ഞങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾക്ക് തോന്നി, അതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ പറ്റ തള്ളേനെ വരെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീഡിയോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയുടെ പൂർണ്ണ എന്താ പറയുക സമ്മതത്തോടും ആൾ ഉപയോഗിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയണത്, ചെയ്യുന്നതും. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് യൂട്രസ് നേരത്തെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ആൾക്ക് എന്താ പറയാ സിസ്റ്റുകൾ കുറെ കൂടിയിട്ടും ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട്. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മൊന്നും ഉണ്ടാവണേ മുന്നേ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ എന്താ പറയാ നമുക്ക് ഈ ഒരു മെനോപോസ് അങ്ങനെ എന്തോ പറയില്ല ആ ഒരു കാലഘട്ടം, അതിലേക്ക് വരുമ്പോഴേക്കും അമ്മയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഫേസ് ബോഡീനേക്കാൾ ഭയങ്കരമായിട്ട് ഇരുണ്ടു. ഈ ഒരു എന്താ പറയാ ഇതൊക്കെ ഞാൻ അവിടെ ഒരു ദിവസം നിക്കാൻ പോയപ്പോ ഞങ്ങളൊരു വീഡിയോ എടുത്ത ഫോട്ടോ ആട്ടോ. അപ്പൊ അന്ന് ആ പാറൊന്നും ഉണ്ടായിട്ടില്ല. അമ്മു കുറച്ചും കൂടി ചെറുതാണ്. ആ ഒരു കാലഘട്ടത്തില് 2022 തോന്നുന്നു അതിലെടുത്തിട്ടുള്ളതാ. അപ്പൊ നോക്കുമ്പോ അമ്മയുടെ ഫേസിൽ എപ്പോഴും വന്നിട്ടുള്ള എല്ലാരും ചോദിക്കും എന്താ മുഖത്തിന് പറ്റിയ, കാരണം മുഖം മാത്രം ചില അമ്മമാർക്ക് അല്ലെങ്കിൽ ചിലരൊരു 50 അല്ലെങ്കിൽ 40 to 50ലേക്ക് കടക്കുമ്പോഴൊക്കെ വരുന്നൊരു ഇഷ്യൂ ആണ് ഇങ്ങനെ ഫേസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാർക്ക് ആവുക. ഫേസ് മാത്രം എസ്പെഷ്യലി നമ്മുടെ കണ്ണിന് താഴെ ഇങ്ങനെ പ്രത്യേക ഒരു കരിമംഗല്യം വന്നുവിടാന്നുള്ളത്. അപ്പൊ അത് അമ്മയ്ക്കത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് എന്റോടക്ക് വന്ന് നിക്കാറുണ്ട് അമ്മ എന്റെ വീട്ടിലേക്ക്. അങ്ങനെ വരുമ്പോ ഞാൻ സ്കിൻ കെയർ ഒക്കെ ഓരോന്ന് ചെയ്യും. നമ്മുടെ DIYs ഒക്കെ ചെയ്യും. അങ്ങനെ ആവുമ്പോ ഫേസിലെ കംപ്ലീറ്റ് ഒരു ഡാർക്ക്നെസ് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു. അപ്പൊ നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്നാലും കണ്ണിന് താഴെയുള്ള കറുപ്പ് അതങ്ങനെ ഡാർക്ക് അടിച്ച് തന്നെ കിടക്കുന്നുണ്ട് ട്ടോ. അപ്പൊ അത് അതിലൊരു വ്യത്യാസവും അതുപോലെ തന്നെ ആ ഒരു നെറ്റിയും നമ്മുടെ ചുണ്ടിന് ചുറ്റും അങ്ങനെയൊക്കെ കുറെ ഒരു ഇത് ആളുടെ ആ ഒരു എന്താ പറയാ ഹോർമോൺ ചേഞ്ചസുകൾ അതാണ് അതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അത് മാറ്റം വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഇതൊക്കെ എന്റെ വീട്ടില് വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ഫേഷ്യലും അതുപോലെ തന്നെ എന്തെങ്കിലും ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ട്രൈ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കത് ഞാൻ വീഡിയോ ചെയ്യും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊക്കുള്ള ഫോട്ടോസാണ്. എന്നാലും നമ്മുടെ കണ്ണിന്റെ അടിയിലത്തെ കറുപ്പ് നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കാരണം അതൊരു ഒരു പ്രോസസ്സാണ്. അതിന് കുറച്ച് സമയം എടുക്കും മാറി വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നിലാസെറപ്സിന്റെ വിറ്റമിൻ സി സിറം ഇറങ്ങി. വിറ്റമിൻ സി സിറം ഇറങ്ങിയപ്പോൾ ഞാന് നമ്മുടെ പാറുട്ടിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അതായത് 2024 ജനുവരി 1 അമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മളെല്ലാരും വിളിച്ച്, നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം. അപ്പൊ നമ്മുടെ നിലാസെറപ്സിന്റെ വിറ്റമിൻ സി സിറം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് അമ്മ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വീട്ടില് പെരുന്നാൾ വന്നപ്പോ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴതിന് മുന്നേ അമ്മ ഫോൺ വിളിക്കുമ്പോൾ എന്നോട് പറയൂട്ടോ, നല്ല ഒരു വ്യത്യാസം കാണുന്നുണ്ട് മോളെ, കണ്ണിന്റെ അടിയിലത്തെ കറുപ്പിനൊക്കെ ഒരു നല്ലൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ മുഖവും മൊത്തത്തിലൊരു ഇത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം അമ്മയ്ക്ക് കൊടുത്തത് വിറ്റമിൻ സി സെറമാണ് നിലാസെറപ്സിന്റെ. അപ്പൊ അങ്ങനെ കൊടുത്തപ്പോ അത് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫേസിലത്തെ ഡീപ്പായിട്ട് കിടക്കുന്ന ഡാർക്ക് ആയിട്ട് മാറിയിട്ടുള്ള, അതായത് നമ്മുടെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, അതായത് അൺഈവൻ സ്കിൻ ടോൺ എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ ഫേസിൽ വരുന്ന ഡാമേജസ്, ഐ മീൻ നമ്മുടെ കരിമംഗല്യം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വരുന്ന ഡാർക്ക് മാർക്കുകൾ, ഇതിനൊക്കെ നല്ല രീതിക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിലാസെറപ്സിന്റെ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നതിലൂടെ നല്ല രീതിക്ക് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനത് അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ ഇനി അമ്മ തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ പെരുന്നാൾക്ക് പോയപ്പോ ഞാൻ അമ്മയുടെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും ട്ടോ. അപ്പോൾ ദേ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് നല്ലോണം ഒരു ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട് ഫേസ്. ആ ഒരു ഇവിടെയായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു എന്താ പറയുക കരിമംഗല്യം, അതുപോലെ തന്നെ നല്ലോണം കണ്ണിന്റെ. അമ്മ എങ്ങനെ യൂസ് ചെയ്തിരുന്നു പറയും. നമ്മുടെ കാലത്ത് ജോലിക്ക് പോകുമ്പോ ഇത് പറ്റിയിട്ട് പോവും.
അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വരുമ്പോൾ വീണ്ടും വൈകുന്നേരം ഞങ്ങൾ കുളിയൊക്കെ കഴിയുമ്പോൾ വീണ്ടും അത് പറ്റിയിട്ട് കിടന്നുറങ്ങും. ഇപ്പൊ എന്നിട്ടാ വ്യത്യാസം അമ്മച്ചിക്ക് തോന്നുന്നത്? അപ്പൊ ഇപ്പൊ നോക്കുമ്പോ കണ്ണിന്റെ ഇവിടുത്തെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളോ ഞാൻ പറഞ്ഞത് നമ്മള് ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് വന്നപ്പോ വന്നതല്ല ഞാൻ. അപ്പോഴത്തേനും പിന്നെ പറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറേശ്ശായിട്ട് നിറങ്ങനെ മങ്ങി 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 വന്നു. ഇപ്പം അത് പൂർണ്ണമായിട്ട് മാറിയ മാതിരിയാ. കുറച്ചും കൂടി ഉണ്ട്, എന്നാലും കൊറേ ഒരു വിധമൊക്കെ ഒരു മതി. ഇവിടെ ഒരു ഇത്തിരി കൂടുതലുണ്ട്, ഈ ഭാഗം കാണില്ലേ, അവിടെ തന്നെയുള്ളൂ. ബാക്കി ഈ സൈഡിലൊക്കെ നല്ല രീതിക്ക് തന്നെ മാറി, നല്ല ബ്രൈറ്റൻ ആവുകയും ചെയ്തു ഇല്ലേ കളർ. ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു നല്ലൊരു യെല്ലോ ടിന്റെ അമ്മയ്ക്ക് മുഖത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. കാരണം നമ്മുടെ വിറ്റമിൻ സി സെറം പുതിയത് ഇറങ്ങിയിട്ട് കുറെ പേരെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് എന്നൊക്കെ. അപ്പൊ ഇതെനിക്ക് നല്ലൊരു എന്താ പറയാ, നല്ല വ്യത്യാസം തന്നെ തോന്നുന്നു. നല്ല ഗ്ലോ ഉണ്ട്, പിന്നെ ഫേസിൽ കണ്ട ഒരു തിളക്കം, ആ ഒരു തിളക്കം നന്നായിട്ടുണ്ട്. അപ്പൊ അമ്മ ദേ നമ്മുടെ പെരുന്നാള് പമ്പ് വരും, അപ്പൊ അതിന് വേണ്ടി അമ്മ ഡ്രസ്സ് മാറാൻ വേണ്ടി കുളിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പൊ ഡാർക്ക് ആയിട്ടുള്ള ആ കരിവാളിപ്പും ഫേസിൽ വന്നിട്ടുള്ള ആ ഒരു ഡൾനെസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മാറി. കണ്ണിന്റെ ഇടയിലത്തെ കറുപ്പൊക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് തന്നെ മാറി. ഇപ്പൊ അമ്മയ്ക്ക് യൂസ് ചെയ്യാം, അമ്മ സ്ഥിരമായിട്ട്. അപ്പൊ വിറ്റമിൻ സി സെറം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത കണ്ണിന്റെ ഇടയിലത്തെ കറുപ്പ് മാറിയപ്പോ അമ്മയ്ക്ക് കൊടുത്തത് നില സെർബ്സിന്റെ നമ്മുടെ റിവിറ്റൻ സിറമാണ്. അത് നമ്മുടെ ഫേസ് നല്ലോണം ബ്രൈറ്റനിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫേസിൽ മാത്രമല്ല കേട്ടോ, അമ്മ ബോഡിയിൽ നമ്മുടെ നില സെർബ്സിന്റെ സ്കിൻ കെയർ ഓയിൽ ഇല്ല, അതാണ് യൂസ് ചെയ്യണത്. അത് സ്ഥിരമായിട്ട് കൊണ്ടുപോകും അമ്മ. ഞാൻ എപ്പോൾ ചെല്ലുകയാണെങ്കിലും കൊണ്ടുവരാനും പറയും. എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യും. അത് നമ്മുടെ ആ ഒരു ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കുളിക്കുമ്പോഴേ. പിന്നെ ബോഡിയിലത്തെ ചെറിയ ചെറിയ കുത്തുകൾ, എന്തെങ്കിലും മാർക്കുകൾ, പൊള്ളിയ പാടുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അമ്മ നല്ലോണം മാറ്റം വരും എന്ന് പറയും. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണത് നില സെർബ്സിന്റെ പാർട്ടി റേഡിയൻസ് കിറ്റ് ഉണ്ടല്ലോ, അത് അമ്മയ്ക്ക് യൂസ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോൾ മേക്കപ്പ് ഇടാൻ താല്പര്യമില്ലാത്തവർക്കും ഫേസിന് ഒരു ഫ്രഷ്, അതുപോലെ തന്നെ ഒരു ബ്രൈറ്റനിങ്, അതുപോലെ ഒരു ഗ്ലോയിങ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് നന്നായിട്ട് എന്തെങ്കിലും ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു പാർട്ടി റേഡിയൻസിന്റെ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ഫേസിലെ അഴുക്കുകളൊക്കെ മാറ്റി ഒരു പരിധി വരെ ടാൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ മാറി സ്കിൻ ഒന്ന് ബ്രൈറ്റനിങ് ഒന്ന് ബൂസ്റ്റ് ആവാൻ, ഒരു ഗ്ലോയിങ് ഒക്കെ ബൂസ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മളൊരു നമ്മുടെ നെക്കിലും അതുപോലെ തന്നെ ഫേസിലിട്ടിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് വലിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് നമുക്ക് ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫേഷ്യൽ കിറ്റ് ആട്ടോ. അതുപോലെ തന്നെ മുഖത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 20-25 മിനിറ്റ്സ് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതേ ഒരു 20 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇത് റിമൂവ് ചെയ്യാട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി. അപ്പോൾ ഈസി ആയിട്ടുള്ളതാണ്. സ്ക്രബ് അല്ലെങ്കിൽ ജെല്ല്, ക്രീം അങ്ങനെയൊന്നും ഇല്ല. നമുക്കൊരു പാക്ക് ഇടാം, അത് തന്നെ നമുക്ക് ആ പാക്ക് ഇട്ട് കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, അതിനും കൂടുതൽ വെക്കണ്ട, ജസ്റ്റ് 20 മിനിറ്റ് റിമൂവ് ചെയ്യാം. അപ്പൊ നമ്മളൊരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളത് വാഷ് ചെയ്യാണ്. അപ്പൊ നോർമലായിട്ട് വെറുതെ വാഷ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കൊരു ഇവിടെ തന്നെ ഇരുന്ന് നമ്മൾ പുറത്തു പോയി എന്തെങ്കിലും ചെയ്തു വന്നു എന്നൊക്കെ പറയുന്ന കമന്റ് വരുന്നുണ്ട്. ഇവിടെ തന്നെ ഇരുന്ന് നമ്മൾ റിമൂവ് ചെയ്യണതാണ്. അതിപ്പോ ഏത് പാക്ക് ആണെങ്കിലും ജസ്റ്റ് നമ്മൾ കഴുകിയെടുത്താൽ മതി. അപ്പൊ ഈ ഫേസ് പാക്ക് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ആ ഒരു ഫേസിലൊരു കരിവാളിപ്പോ അല്ലെങ്കിൽ ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ആവും. അതായത് നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ ഒന്ന് ബൂസ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലൊരു പെട്ടെന്ന് ഒരു ഫ്രഷ്, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഭംഗി നമുക്ക് വരും. പിന്നെ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് റിവിറ്റൻ സീറാണ്. കാരണം കണ്ണിന്റെ അടിയിലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ അമ്മയ്ക്ക് നല്ല രീതിക്ക് തന്നെ മാറിയിട്ട് ഇപ്പൊ അമ്മ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് നില സെർബ്സിന്റെ റിവിറ്റൻ സീറാണ്. സ്കിന്നിന്റെ ടോൺ നന്നായിട്ടൊന്ന് നമുക്ക് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി നമുക്ക് 50 കഴിയുമ്പോഴൊക്കെ സ്കിന്നിന് വരുന്ന ഇഷ്യൂസിനൊക്കെ ഒരു പരിധിവരെ തടയാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. ഇത് നമുക്ക് വീക്കിലി ട്വൈസും അതുപോലെ തന്നെ മന്ത്ലി വൺസ് ആയിട്ടും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ ഒരു സ്കിൻ പാമ്പറിങ്ങിനായിട്ടും നമുക്ക് ഈ ഒരു റുട്ടീൻ ഉപയോഗിക്കാം. ഇതൊരു 3 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ആദ്യം ഫേസ് പാക്ക്, പിന്നെ സെറം, പിന്നെ ഫേസ് ക്രീം, ഇത്രയായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ട് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതേ നന്നായിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ നില സെർബ്സിന്റെ പാർട്ടി റേഡിയൻസ് സിറമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത സ്കിന്നിന് നല്ലോണം ആ ഒരു സ്മൂത്ത് ആക്കും, അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ തരുന്നതാട്ടോ. ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് അതുപോലെ ഒരു ഇങ്ങനെ ഡ്രോപ്പായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 3-4 ഡ്രോപ്പ് ഇങ്ങനെ, എന്നിട്ടൊരു 20 മിനിറ്റ് നമ്മൾ വെക്കണം, എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഫേസിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ പോവാട്ടോ.
ഈ ഒരു പാർട്ടി റേഡിയൻറ്റ് സിറം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഫേസിലൊന്ന് ഡാബ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിനായിട്ട് ഇത് നമുക്ക് ഫംഗ്ഷൻ ഒക്കെ തലേന്ന് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് നല്ല രീതിക്ക് തന്നെ ഫേസ് ഫ്രഷ് ആൻഡ് ഗ്ലോ ആയിരിക്കും. നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ്ങും ഫീൽ ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ്. പിന്നെ ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അപ്പൊ ഇതേ നമ്മള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. അടുത്ത സ്റ്റെപ്പ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പൊ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തത് നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഒരു 20 മിനിറ്റ് നമ്മൾ ഈ ഒരു സിറട്ടിട്ട് വെക്കണം. എന്നിട്ട് നല്ലോണം അത് ഉണങ്ങും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നില സെറപ്സിന്റെ പാർട്ടി റേഡിയൻസ് ക്രീം ഇട്ട് കൊടുക്കണം. ഈ ക്രീമും കൂടി ഇട്ടാൽ നമ്മുടെ 3 സ്റ്റെപ്പ് ഫിനിഷ് ആയി കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ വേണമെങ്കിൽ നമ്മൾ പകലായതുകൊണ്ട് സൺസ്ക്രീൻ ഇടാം. അപ്പൊ ഇതിട്ടിട്ട് കഴുകി കളയണ്ട. സിറട്ടിട്ടും നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്രീം ഇങ്ങനെയാണ് വരുന്നത്. ഇത് വാഷ് ചെയ്ത് കളയണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ ക്രീം. അപ്പൊ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. നില സെറപ്സിന്റെ പാർട്ടി റേഡിയൻസ് ക്രീം നമുക്ക് ഫേസിൽ ഇതുപോലെ നമ്മളൊരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നെക്കിലും ഫേസിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ലീവ് ചെയ്യാം. പിന്നെ നമ്മൾ പകല ചെയ്യണമെന്നുണ്ടെങ്കിൽ നില സെറപ്സിന്റെ സൺസ്ക്രീൻ കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണതിന്റെ റുട്ടീൻ വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം ചെയ്യണ ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പിറ്റേ ദിവസത്തേക്കായിരിക്കും ശരിക്കും നമുക്ക് ആ നല്ല ഗ്ലോയും ആ ബ്രൈറ്റനിങ് ഒക്കെ ഫീൽ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്താലും അങ്ങനെ തന്നെയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ തലേദിവസം ചെയ്താലാണ് നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റുക. അപ്പം നാളെ ഞാൻ എന്തായാലും ഇതിൻ്റെ മോർണിംഗ് അമ്മച്ചിൻ്റെ മുഖം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. ഭയങ്കര സ്മൂത്തായി, അതുപോലെ നമുക്കൊരു ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ആവും ഇങ്ങനെ ഇപ്പം നോക്കുമ്പോൾ. ഇനി നാളെ നമുക്ക് അതിൻ്റെ നല്ല വ്യത്യാസം കാണാൻ പറ്റുക. പിന്നെ നെക്കിലും കൂടിയിട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ക്രീമും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് വാഷ് ചെയ്ത് കളയരുത്. പാക്ക് മാത്രം നമ്മൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ. സിറം വാഷ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ക്രീമും നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെ തന്നെ നമ്മൾ ലീവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ അമ്മച്ചിക്ക് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ നില സെറപ്സിന്റെ റിവിറ്റൻ സിറാണ്. റിവിറ്റൻ സിറത്തിന്റെ പ്രത്യേകത നമ്മുടെ ഫേസിനെ ഒന്ന് ടോൺ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഈവൻ ആക്കും. അമ്മയുടെ മുഖം ഞാൻ ഇടയ്ക്ക് പോയി കാണുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ റിവിറ്റൻ സിറാണ് അല്ല അമ്മച്ചി യൂസ് ചെയ്തിരുന്ന വെള്ളം പോലത്തെ ഡ്രോപ്പ്. അപ്പൊ അത് നല്ലതായിരുന്നു കേട്ടോ. അതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ നല്ല അതിന്റെ ചേഞ്ചസും ഉണ്ട്. കരിവാളിപ്പൊക്കെ മാറി നല്ലോണം അതിന്റെ ഒരു വ്യത്യാസം നമുക്കുണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ബൈ പറഞ്ഞു. ബൈ.